പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമ്മയെയും നവമാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന ആരോപണത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരെ കേസ്. കോഴിക്കോട് സൈബർ പോലീസാണ് കേസെടുത്തത്. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് നൽകിയ പരാതിയിലാണ് നടപടി. സിനോജ് തോമസ് ചേരുന്നു. സിനോജ് പറയൂ. റോഷ്നി, സംസ്ഥാന വ്യാപകമായി തന്നെ പരാതി നൽകാൻ വേണ്ടി മഹിളാ മോർച്ചയ്ക്ക് തന്നെ ആഹ്വാനം ചെയ്തിരുന്നു. അങ്ങനെ പല ജില്ലകളിലും പല പോലീസ് സ്റ്റേഷനുകളിലും ജാൻമണിക്കെതിരെ പരാതി വന്നിരുന്നു. ഇന്നലെയാണ് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് തന്നെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറെ നേരിട്ട് കണ്ട് പരാതി കൈമാറിയത്. ആ പരാതി സൈബർ പോലീസിന് കൈമാറുകയായിരുന്നു. അങ്ങനെ കോഴിക്കോട് സൈബർ പോലീസാണ് ജാൻമണിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. BNS പ്രകാരം, ഒപ്പം തന്നെ കേരള പോലീസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തി സമൂഹത്തിൽ ലഹളയുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയെന്നാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. അതായത് CJPയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ജാൻമണി നടത്തിയ ഒരു പ്രസ്താവനയാണ് വിവാദമായത്. പ്രധാനമന്ത്രിയെയും മാതാവിനെ ഒക്കെ തന്നെ അവഹേളിച്ചെന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് പുറത്തേക്ക് വന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധം വന്നിരുന്നു. അങ്ങനെ പ്രതിഷേധം ഉയർന്ന ഘട്ടത്തിൽ ജാൻമണി തന്നെ ഒരു വിശദീകരണ ക്ഷമാപണ വീഡിയോ കൂടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. തനിക്ക് പിശക്ക് പറ്റി ക്ഷമ ചോദിക്കുന്നു, താൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണി ഒരു വീഡിയോ സന്ദേശം കൂടി പുറത്തേക്ക് വിട്ടിരുന്നു. വിദേശത്തു നിന്നുൾപ്പെടെ തനിക്ക് ഭീഷണി സന്ദേശം വന്നതായും ജാൻമണി പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷവും ഇന്ന് കുന്നമംഗലത്ത് ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ മഹിളാ മോർച്ച പ്രവർത്തകർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഏതായാലും മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ നൽകിയ പരാതിയിലാണ് കോഴിക്കോട് സൈബർ പോലീസ് ജാൻമണിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. റോഷ്നി, ശരി. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.